ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ കവിതയുടെ കാർണിവൽ ഫെബ്രുവരി 27 മുതൽ 29 വരെ നടക്കും. പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ സംഘടിപ്പിക്കുന്ന കവിതയുടെ കാർണിവൽ ഈ മാസം 27 മുതൽ 29 വരെ തീയതികളിൽ നടക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. അതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണം പട്ടാമ്പി കോളേജിൽ വെച്ച് നടന്നു. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇപ്രാവശ്യം കുറച്ചുകൂടി അക്കാദമികമായ ഫോക്കസ് കൂടി കുറച്ചുകൂടി ആഴത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിവിധ സെമിനാറുകൾ മറ്റു കാര്യങ്ങളും ഒക്കെയുണ്ട്. ഗസ്റ്റുകളും പിന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ അതിരുകളുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഏറ്റവും മണിപ്പൂരിൽ നിന്നും ആസാമിൽ നിന്നൊക്കെ മനുഷ്യൻ തന്നെ ഈ രാജ്യത്തിൻ്റെയും അതിനപ്പുറത്തുള്ള ബൗണ്ടറികൾക്ക് അപ്പുറത്ത് ഓരോ വ്യക്തികളും കുടുംബത്തിലും ബൗണ്ടറി ഉണ്ടാകുന്ന അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒക്കെയാണ് ആളുകൾ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. ഇസ്രയേലിലൊരു കവിയുണ്ട്. അതോടൊപ്പം മണിപ്പൂരിൽ നിന്നും അസാമിൽ നിന്നും ഒക്കെയുള്ള കവികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കൂടി നമുക്ക് കേൾക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അതിർത്തികൾ സത്യത്തിൽ മാഞ്ഞു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പല അതിർത്തികളും മാഞ്ഞു പോകുന്നുണ്ട്. പലർക്കും അതിർത്തികൾ ഇല്ലാതെയാവുന്നു. സാമ്പത്തികത്തിന്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഞാൻ ഷാറുഖ് ഖാന്റെ ഏറ്റവും പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ടു. അതിൽ പറയുന്ന തീം എന്ന് പറഞ്ഞാൽ അതിർത്തികൾ പാവപ്പെട്ടവനാണ് അതിർത്തികൾ. ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവന് പുറത്തു പോകാൻ വിസ അനുവദിക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനും ഒരു വിസ അപേക്ഷിക്കാൻ വേണ്ടി പോയിരുന്നു. ഒരുപാട് നൂലാമാലകളാണ്. പക്ഷെ അതേ വിസ അപേക്ഷിക്കാൻ പോകുന്ന സ്ഥലത്ത് തന്നെ പ്രീമിയം സർവീസ് നമുക്ക് തരും. അപ്പോൾ കുറച്ചധികം പൈസ കൊടുക്കണം. വളരെ വേഗത്തിൽ എല്ലാ പ്രൊസീജിയറും ഉണ്ടാവും. നമ്മുടെ അക്കൗണ്ടിൽ ഒരുപാട് പൈസയും ഒരുപാട് സ്റ്റേറ്റ്മെന്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിലാവും. അതല്ലെങ്കിൽ പാവപ്പെട്ടവന് മറ്റു രാജ്യത്തേക്കോ മറ്റു പോകുമ്പോൾ രാജ്യത്തിന്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഒരിക്കലും കടക്കാൻ കഴിയാത്ത തരത്തിൽ ശക്തമാണ്. രാജ്യത്തിന്റെ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികം കൊണ്ട് അതിർത്തി നിർത്തുക മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് തന്നെ നമുക്ക് ബൗണ്ടറികൾ നിശ്ചയിച്ചു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെയും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും ഇത്തവണ കവിതയുടെ കാർണിവലിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനമുണ്ട്. തുടർച്ചയായി 7ാം തവണയാണ് കവിതയുടെ കാർണിവൽ അരങ്ങേറുന്നത്. ഇത്തവണ വൈവിധ്യമാർന്ന പരിപാടികളോടെ കവിതയുമായി ബന്ധപ്പെട്ട പല സെഷനുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാർണിവലിനെ കൂടുതൽ ജനകീയമാക്കാനാണ് തീരുമാനം. കേരള സാഹിത്യ അക്കാദമി, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫോക്ലോർ അക്കാദമി എന്നിവയുടെ സഹകരണവും പരിപാടിക്കുണ്ട്. കോളേജിൽ സജ്ജീകരിക്കുന്ന വേദികളിലായാണ് പരിപാടികൾ നടക്കുക. അതോടൊപ്പം കലാപരിപാടികൾ, വിവിധ പ്രദർശനങ്ങൾ, പ്രഭാഷണങ്ങൾ, മത്സരങ്ങൾ എന്നിവയും അരങ്ങേറും.